ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന പപ്പടവും തക്കാളിയും വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊരു പഴയകാല ഒരു രുചിയെന്ന് തന്നെ നമുക്ക് പറയാം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ചോറിന് നമുക്ക് ഇതുപോലൊരു സൈഡ് ഡിഷ് ഉണ്ടെങ്കിൽ പിന്നെ വേറെ മെയിനായിട്ടുള്ള ഒരു കറീൻ്റെ ആവശ്യം പോലും ഇല്ല. ഇതുണ്ടാക്കാൻ നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. വീട്ടിലുള്ള ഒരു 3-4 ചേരുവകൾ മാത്രം മതിയാകും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിനു മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് ഇതുപോലുള്ള ഒരു അടികട്ടിയുള്ള പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ എടുക്കുക, എന്നാൽ മാത്രമേ ഇതിന് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിവിടെ ദോശക്കല്ലാണ് എടുത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയ തീയിൽ വെച്ചതിന് ശേഷം ഒരു തക്കാളി ഇതുപോലെ ഒന്ന് 4 പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം ഇത് എല്ലാ ഭാഗവും ഒന്ന് നന്നായിട്ട് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് മൊരിയിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ആ ഒരു കളറൊന്ന് ചേഞ്ച് ആവുന്ന സമയത്ത് നമ്മൾ അപ്പുറം ഇപ്പുറമൊക്കെ ഒന്ന് തിരിച്ചിട്ടിട്ട് അതിൻ്റെ ആ ഒരു പച്ച ചൊവയൊക്കെ ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തക്കാളി റെഡി ആയിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ തന്നെ ഈ ഒരു സമയത്ത് വെക്കണം, അല്ലെങ്കിൽ തക്കാളിയിൽ നിന്ന് വെള്ളമൊക്കെ അങ്ങ് ഊറി വന്നിട്ട് വെന്ത് ഉടഞ്ഞു പോകും. വെന്ത് ഉടഞ്ഞു പോകാൻ പാടില്ല. ഇതുപോലെ കളറൊന്ന് മാറി വന്നാൽ മാത്രം മതിയാകും. ഇനി ഇത് നമുക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. എന്നിട്ട് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു കഷ്ണം സവാളയാണ്. അപ്പോൾ സവാള ഒന്ന് മാത്രം എടുത്താൽ മതി, കാരണം ഞാനിവിടെ ഒരുപാട് ക്വാണ്ടിറ്റിയിലൊന്നും ഉണ്ടാക്കുന്നില്ല. അതുപോലെ തന്നെ ഒരു 3-4 കുഞ്ഞുള്ളിയും പിന്നെ ഒരു 2-3 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതും കരിഞ്ഞു പോവാണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ആ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ, അതായത് ഇതിൻ്റെ ഒരു കളറൊന്ന് ചേഞ്ച് ആവുന്നവരെ നമ്മളിതൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു നേരത്തേക്ക് ഒരു 3-4 പേർക്ക് കഴിക്കാനുള്ളതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരുപാട് ക്വാണ്ടിറ്റിയിലൊക്കെ ഉണ്ടാക്കുന്നതാണെങ്കിൽ നിങ്ങൾക്കൊരു 3-4 തക്കാളിയും അതുപോലെ 1-2 സവാളയൊക്കെ എടുത്തിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഇതിൻ്റെ കളറൊന്ന് മാറി വരുന്ന സമയത്ത് നമ്മളിത് അടുപ്പത്തുനിന്ന് ഇങ്ങനെ മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് എരിവിന് ആവശ്യമുള്ള വറ്റൽമുളക് ഇതുപോലെ ഒന്ന് വാട്ടിയെടുക്കണം. വാട്ടിയെടുക്കുക എന്ന് പറഞ്ഞാൽ അതും ആ ഒരു ബ്രൗൺ കളർ ആവുന്ന സമയം വരെ മാത്രം 2 ഭാഗവും ഇതുപോലെ നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മളിതൊക്കെ അടുപ്പിൽ ചുട്ടിട്ട് ചെയ്യുന്നതാണ്. പക്ഷേ നമുക്കിപ്പോൾ അടുപ്പിലൊന്നും ചുടാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് ഇതുപോലുള്ള ദോശക്കല്ലിലൊക്കെ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ആക്കിയെടുക്കുന്നത്. ഇനി നമ്മളിത് സൈഡിലേക്ക് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതുപോലുള്ള ഒരു ഇടികല്ലെടുത്തിട്ട് അതിലേക്ക് ഇത് കുറേശ്ശെ ഇട്ടിട്ട് ഒന്ന് ഇടിച്ചെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് സാധാരണ പണ്ട് നമ്മൾ ചെയ്യുന്ന ആ ഒരു നാടൻ റെസിപ്പി എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ കുറേശ്ശെ ഇട്ടിട്ട് ഇങ്ങനെ ഇടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് വലിയ ഇടികല്ലൊക്കെ ഒരുപാട് അളവിലൊക്കെ ക്വാണ്ടിറ്റി കൊള്ളുന്ന ഇടികല്ലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാം കൂടി ഒരുമിച്ച് ഇട്ടിട്ട് അങ്ങനെ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിത് കുറേശ്ശെ ഉള്ളി ആദ്യം ഇട്ട് പിന്നെ അതിൽ വറ്റൽമുളക് ഇട്ട് പിന്നെ ലാസ്റ്റാണ് തക്കാളിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇടിച്ചെടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതുപോലുള്ള കല്ല് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ നമ്മൾ മിക്സീൻ്റെ ചെറിയ ജാറിൽ ഇട്ടിട്ടൊന്ന് പൾസ് ചെയ്തെടുത്താൽ മതിയാകും. ഒരുപാട് അങ്ങ് നമ്മൾ പേസ്റ്റ് പോലെ അരച്ചെടുക്കരുത്, നിർത്തി പൾസ് ചെയ്തെടുത്താൽ മാത്രം മതിയാകും. അപ്പോൾ ഞാൻ ആദ്യം ഉള്ളിയും അതുപോലെ തന്നെ പിന്നെ മുളകും പിന്നെ അതുപോലെ തന്നെ തക്കാളിയും ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി ഇതുപോലെ യോജിപ്പിച്ചിട്ട് ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കരുത്, തക്കാളിൻ്റെ ആ ഒരു വെള്ളം നമുക്ക് ഇടിച്ചെടുക്കുന്ന സമയത്ത് കിട്ടും. അപ്പോൾ ഇതുവരെ നമ്മൾ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ല. ഉപ്പ് ഈ ഒരു സമയത്ത് ചേർക്കാനായിട്ടില്ല. ഇനിയാണ് നമ്മൾ ഇതിലേക്ക് പപ്പടം ചേർത്ത് കൊടുക്കുന്നത്. പപ്പടം നമ്മൾ വാട്ടി വെച്ച പപ്പടം ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഒന്നാണ് ഞാനിവിടെ പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പപ്പടത്തിൽ ഓൾറെഡി ഉപ്പുണ്ടാവുമല്ലോ, അപ്പോൾ അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഈ ഒരു തക്കാളിക്കും ഉള്ളിക്കും ഒക്കെ നമ്മൾ വറ്റൽമുളകും അതുപോലെ പപ്പടമൊക്കെ ഇത്ര അളവ് മതിയാകും. അപ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റിയിലൊക്കെ ഉണ്ടാക്കുന്നതാണെങ്കിൽ എല്ലാ അളവും ഇതുപോലെ കൂട്ടി കൊടുത്തിട്ട് എടുക്കുക. അപ്പോൾ നോക്കുന്ന സമയത്ത് ഉപ്പ് ഇത്തിരി കുറവായതുകൊണ്ട് കുറച്ചും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു സമയത്ത് നോക്കുമ്പോൾ പുളി കുറവാണെങ്കിൽ നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ തക്കാളി വാട്ടിയിട്ട് ചേർക്കാൻ പറ്റില്ല. പുളി കുറവാണെങ്കിൽ നിങ്ങൾക്ക് 1 ടീസ്പൂൺ വിനാഗിരിയോ അതുപോലെ പുളി പിഴിഞ്ഞതോ ഒരിത്തിരി ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇതിൻ്റെ മേലെ വേണമെങ്കിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് സെർവ് ചെയ്യാം. അതുപോലെ തന്നെ പപ്പടം നിങ്ങൾ ചേർത്തിട്ട് ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾ സെർവ് ചെയ്യണം, ഫുഡിൻ്റെ കൂടെ കഴിക്കണം. അല്ലെങ്കിൽ പപ്പടം ഇതിൽ കിടന്നിട്ട് കുതിർന്നു പോകും. അപ്പോൾ കുറച്ച് സമയമൊക്കെ നിൽക്കും, കാരണം നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ കുറച്ച് സമയം അങ്ങനെ കുതിരാണ്ട് നിൽക്കും. എന്നാലും നമ്മൾ ആ ഒരു ഫുഡ് കഴിക്കുന്നതിൻ്റെ ആ ഒരു സമയത്ത് പപ്പടം പൊടിച്ച് ചേർത്തിട്ട് കഴിക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ പണ്ട് കാലത്തുള്ള ഒരു നാടൻ റെസിപ്പിയാണ് ഇതെന്ന് പറയാം, നമ്മളെ പപ്പടം തക്കാളി ചമ്മന്തി. അപ്പോൾ ഇത് ചോറിനായിരിക്കും നല്ല കോമ്പിനേഷനായിട്ട് വരുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇഡ്ലിക്കായാലും ദോശക്കായാലും എല്ലാം നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാൻ ഉപ്മാവിൻ്റെ കൂടെയും ഇത് സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റാണ്.
അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നാടൻ റെസിപ്പിയാണ്. അതുപോലെ ചോറിൻ്റെ കൂടെ വേറെ കറീൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വേറെ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്